കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഇപ്പൊ ജീവൻ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അനുവിനെ പോലത്തെ ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അനുവിനെ പോലത്തെ വേണ്ട, കുഴപ്പമില്ല ചെയ്യുന്നത്. നോക്കാം. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നാട് കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. കണ്ടാ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്ന മനുഷ്യൻ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. സ്വാഭാവികം. എന്ത് ക്വാളിറ്റിയാണ് അനുവിന്റെ ഒരു നല്ലത് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്? സത്യസന്ധമായിട്ട് പറയാം. അതൊരു ചോദ്യം. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. പുള്ളിക്കാരി ജെന്യൂനാണ്. എന്തോ എങ്ങനെ അകമേ ഒരു സംഭവം വെച്ചിട്ട് പുറമെ അഭിനയിച്ചാണെങ്കിൽ അങ്ങനൊന്നും ഇല്ല. കണ്ടാലും തോന്നും ജെന്യൂനായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അപ്പൊ ഇതൊക്കെയാണ് ജീവയ്ക്ക് എന്താ പറയാ, ഇതുപോലൊരു പെൺകുട്ടി കുഴപ്പമില്ലാത്ത ഒരാളാണ്. അപ്പൊ വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എനിക്കെന്നെ മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരൂ. നൈസായിട്ടങ്ങ് ഒഴിവാക്കിക്കളന്നല്ലേ. ഞാനായിട്ട് സംസാരിച്ചു പറ്റത്തില്ല, കാരണം നീ വിചാരിക്കുന്ന ഒരു റിലേഷൻ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. എന്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ. എന്നെ മരണത്തിലോട്ട് വരെ തള്ളിയിട്ടവനാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആളാണവൻ എന്നൊക്കെ അനുമോൾ അതിനകത്ത് നിന്ന് ജീവനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനിടെ കൂടെ അഡ്ജസ്റ്റ്മെന്റ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.